ഹലോ എവരിവൺ, വെൽക്കം ടു എക്സാം ബൈ USS ചാനൽ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് USSലുള്ള ബേസിക് സയൻസിലുള്ള ബയോളജി പോർഷൻ എന്നുള്ള ഒരു ചോദ്യവും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ നിർബന്ധമായും ഓർമ്മിച്ച് വെക്കേണ്ടുന്ന ചില ഡിസീസസുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, ചോദ്യം ഇതാണ്: വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ കറക്റ്റ് പെയർ കൊടുക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. വിറ്റാമിൻ സി റിക്കറ്റ്സ്, വിറ്റാമിൻ ഡി നൈറ്റ് ബ്ലൈൻഡ്നസ്, വിറ്റാമിൻ എ സ്കർവി, വിറ്റാമിൻ ബി മൗത്ത് സോഴ്സ്. നമുക്കറിയാം ഇതിൽ വിറ്റാമിൻ സി റിക്കറ്റ്സ് അല്ല അല്ലെ, വിറ്റാമിൻ റിക്കറ്റ്സ് എന്ന് പറയുന്നത് വിറ്റാമിൻ ഡിയുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതേപോലെ തന്നെ ഓരോന്നും അതിൻ്റെ മാച്ച് ആവുന്നില്ല എക്സെപ്റ്റ് ഓപ്ഷൻ ഡി അല്ലേ, വിറ്റാമിൻ ബി മൗത്ത് സോഴ്സ് എന്നുള്ളതാണ്. കാരണം നമുക്ക് വായിൽ അൾസറൊക്കെ വരുമ്പോൾ നമുക്ക് വിറ്റാമിൻ ബി കഴിക്കണം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലേ. അപ്പോൾ അതാണ് കറക്റ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ശരിയാക്കുക എന്നുള്ളത് മാത്രമല്ല, ഇതുപോലെ ഏത് വേണമെങ്കിലും ഇപ്രാവശ്യം ഏതാ വരിക നമുക്കറിയില്ല അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഡെഫിഷ്യൻസി ഡിസീസസ് നമ്മൾ നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം, ഡെഫിഷ്യൻസി ഡിസീസസ് നമ്മൾ മനസ്സിലാക്കി വെക്കണം. ഏതൊക്കെയാണ് നിങ്ങളും ഞാൻ പറയുന്നതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് പറയാൻ കിട്ടുന്നുണ്ടോ നോക്കാം. വിറ്റാമിൻ എയുടെ പ്രധാനപ്പെട്ട ഡെഫിഷ്യൻസി ഡിസീസ് ഏതാണ്? നൈറ്റ് ബ്ലൈൻഡ്നസ് അല്ലേ. വിറ്റാമിൻ ബിയോ, വിറ്റാമിൻ ബി പലതരത്തിലുള്ള വിറ്റാമിൻ ബി ഉണ്ട്. നേരത്തെ പറഞ്ഞ മൗത്ത് സോഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ ബെറി ഉണ്ട് അല്ലേ, പെട്ടെന്ന് ഓർമ്മിക്കാവുന്ന. അതുപോലെ തന്നെ പലപ്പോഴും ചോദിക്കുന്ന ചോദ്യവും ഇത് തന്നെയാണ്. ബെറി ഒരു വിറ്റാമിൻ ബി ഡെഫിഷ്യൻസി ഡിസീസ് ആണ്. അതുപോലെ തന്നെ വിറ്റാമിൻ സിയോ, അതാണ് ഇവിടെ എയുടേതായിട്ട് കൊടുത്തിട്ടുള്ളത് അല്ലേ. സ്കേവി എന്ന് പറയുന്നത് എന്താണ്? വിറ്റാമിൻ സി ഡെഫിഷ്യൻസി ആണ്. വിറ്റാമിൻ ഡിയോ റിക്കറ്റ്സ് അല്ലേ, റിക്കറ്റ്സ് ഒരു വിറ്റാമിൻ ഡി ഡെഫിഷ്യൻസി ഡിസീസാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ടതൊക്കെ നമ്മൾ ഓർമ്മിച്ച് വെക്കുക. ഇനി വിറ്റാമിൻസ് മാത്രമല്ല അല്ലേ, പലതിൻ്റെയും ഡെഫിഷ്യൻസി കൊണ്ട് പലതും സംഭവിക്കാം. അയേൺ ഡെഫിഷ്യൻസി കൊണ്ട് എന്താ ഉണ്ടാവുക? അയേണിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ട് എന്താ ഉണ്ടാവുക? നമുക്കറിയാം അയേൺ എന്ന് പറയുന്നത് ഇവിടെ ഏറ്റവും പ്രധാനമായിട്ട് ആവശ്യമുള്ളത് നമ്മുടെ ബ്ലഡിന് റെഡ് കളർ കൊടുക്കുന്ന ഒരു പിഗ്മെൻ്റ് ഉണ്ട്. അത് ഏതാണ്? ഹീമോഗ്ലോബിൻ. അതിൽ പ്രധാനമായിട്ടും വേണ്ടതാണ് അയേൺ അല്ലേ. അപ്പോൾ അത് അയേൺ ഇല്ലെങ്കിൽ ആ ഹീമോഗ്ലോബിൻ്റെ പ്രശ്നം വരും, അല്ലെങ്കിൽ ബ്ലഡിന് പ്രശ്നം വരും. ദാറ്റ് ഈസ് വിളർച്ച ഉണ്ടാവും, അല്ലെങ്കിൽ അനീമിയ ഉണ്ടാവും അല്ലേ. അനീമിയ. ഇനി അയഡിൻ ഡെഫിഷ്യൻസി വളരെ കോമൺ ആയിട്ടുള്ളതാണ്, ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അയഡിൻ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ എന്താ ഉണ്ടാവുക? അയഡിൻ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ ഇങ്ങനെ വീർത്ത് നിൽക്കുന്ന ഒരു ഫിഗറൊക്കെ ഓർമ്മ ഉണ്ടാവും അല്ലേ. ഏതാണ്? ഗോയിറ്റർ. അയഡിൻ ഡെഫിഷ്യൻസി കൊണ്ട് ഗോയിറ്റർ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള ഇനി നിങ്ങൾക്കുള്ളൊരു ഹോംവർക്ക് അല്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതേണ്ടത് എന്താ വെച്ചാൽ, പ്രോട്ടീൻ ഡെഫിഷ്യൻസി കൊണ്ട് എന്താണ് ഉണ്ടാവുക? പ്രോട്ടീൻ ഡെഫിഷ്യൻസി എന്ന് പറയുന്നത് പ്രത്യേകിച്ചും ചിൽഡ്രൻസ്. ഓക്കെ, പ്രോട്ടീൻ ഡെഫിഷ്യൻസി ഇൻ ചിൽഡ്രൻ. ഷോർട്സ് ഒക്കെ കാണുന്നവർക്ക് ചിലപ്പോൾ പെട്ടെന്ന് ആൻസർ കിട്ടും. ചെറിയ കുട്ടികളിൽ പ്രോട്ടീൻ ഡെഫിഷ്യൻസി കൊണ്ട് എന്താണ് ഉണ്ടാവുക എന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ എഴുതുക. ഓക്കെ, അപ്പോൾ ഇതുപോലെയുള്ള ഡെഫിഷ്യൻസി ഡിസീസസ് നിങ്ങൾ ലിസ്റ്റ് ചെയ്യുക. അതേപോലെ തന്നെ ജനറ്റിക് ഡിസീസസ്, ഡെഫിഷ്യൻസി ഡിസീസസ്, കമ്മ്യൂണിക്കബിൾ ഡിസീസസ്, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? ഡിഫറൻഷിയേറ്റ് ചെയ്ത് അതിൻ്റെ എക്സാമ്പിൾ അടക്കം നമുക്ക് പറയാൻ പറ്റണം. ഓക്കെ, അതൊക്കെ നമ്മുടെ വീഡിയോകളിലൊക്കെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുക. അതൊക്കെ നിങ്ങൾ കൃത്യമായി പഠിച്ച് തന്നെ USSന് പോകാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.